ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടെ പല സാധനങ്ങളും പല ഭാഗത്തും ഇരിക്കും. അതൊക്കെ നീ എടുക്കുമെന്ന് പറയാൻ എടുക്കുമെന്നാ ചോദിച്ചേ. ശ്യാമേ, നീ എന്തായി കാണിക്കുന്നേ? ശാലി എന്ന പേരെ നിന്റെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. സത്യമേ, ഞാൻ ഈ മാല ഇട്ടിട്ട് എങ്ങനെയുണ്ട്? രാഘവേട്ട, ആ മാല എടുത്ത് ഇവിടെ ഇട്ടേക്കുന്നു. ആര് പറഞ്ഞു ഈ മാല എടുത്തിടാൻ? ആര് പറഞ്ഞെന്നാ ചോദിച്ചത്? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. മോളെ, ആ മാല ഇങ്ങ് ഊരി തന്നെ. ഇല്ല, മാല ഊരിത്തരാൻ. അവളത് കണ്ടപ്പോ ഒന്നെടുത്തിട്ടു. അതിനിപ്പോ എന്താ ഇവിടെ സംഭവിച്ചേ? ഇത് വെറും ഒരു മാലയല്ലേ? ദേ, ഇതെനിക്ക് വെറും മാലയല്ല, ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചതാ. ആ പറഞ്ഞ ആൾക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കാലോ. ഇതിപ്പോ കിട്ടാക്കന്നിയായിട്ടുള്ള സാധനമൊന്നും അല്ലല്ലോ സത്യമേ. ശ്യാമേ, മോളെ ഊരി തന്നെ. ഊരി. ഇല്ല, അതിങ്ങ് ഞാൻ ഊരി തരാം. തരില്ല. പപ്പി, അതിങ്ങ് ഊരി തന്നെ. മോളെ, ഇല്ല, അതിങ്ങ് ഊരി ഇല്ല, തരാം. തരില്ല. പപ്പി, മോളെ, ഞാൻ പറഞ്ഞതല്ലേ അത് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പൂജിച്ചതാണെന്ന്. അതിങ്ങ് തന്നെ മോളെ. ശ്യാമ ഈ മാല ഇങ്ങ് മേടിച്ചതാ. പപ്പി ഊരി കൊടുത്തേ. ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ 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 ഇവിടെ പ്രശ്നം? എടാ, ഞാൻ ശാലിനിക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച മാലയാ. ഓ, അത് ശരി. കുഞ്ഞേച്ചിക്ക് കൊടുക്കാനായിട്ട് പൂജിച്ചുകൊണ്ടുവന്ന മാല എന്റെ മോളൊന്ന് എടുത്തു എന്ന് പറഞ്ഞിട്ടാണോ ഈ പ്രശ്നമൊക്കെ? കൊടുക്കണേ അവരുടെ മാല. നിന്നോട് പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരുടെ സാധനം എടുക്കരുതെന്ന്? കൊടുക്കാനല്ലേ പറഞ്ഞേ? ഊര്. ഇല്ല, പപ്പി, ഞാൻ തരില്ല. പപ്പി, ദേഷ്യം വരുന്നുണ്ട്, നല്ല അടി തരുവേ. ഊര്. അമ്മേ, എനിക്ക് ഊര്. വേണം. പറഞ്ഞ കേക്കില്ല നീ. ശ്യാമേ, വിട്. വിട്. ഇനി എടുക്കോ? വേണം അത്. ഇനി എടുക്കുമെന്ന്. ദേ, ഇവിടെ പല സാധനങ്ങളും പല ഭാഗത്തും ഇരിക്കും. അതൊക്കെ നീ എടുക്കുമെന്ന് പറയാൻ എടുക്കുമെന്നാ ചോദിച്ചേ. ശ്യാമേ, നീ എന്തായി കാണിക്കുന്നേ? എനിക്ക് മോൾക്ക് ഈ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഭഗവാനെ. കൃഷ്ണച്ച, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. മടുത്തു ഈ വീട്ടിലെ ജീവിതം. ദേ, ദേ ഇവിടെ വെച്ചിട്ടുണ്ട് സത്യമയുടെ മാല. കൃഷ്ണച്ച, സാരില്ല, കരയണ്ട. പോട്ടെ, കരയണ്ട. എന്താണമ്മ ഇതൊക്കെ? കൊച്ചുകുട്ടി ഒരു മാല ഇട്ടതാണോ ഇവിടെ അത്ര വലിയ പ്രശ്നം? സാരില്ല മക്കളെ, കരയണ്ട, കരയണ്ട, കരയണ്ട. ദേ, ഇഷ്ടച്ച മോൾക്ക് വേറെ മാല മേടിച്ചരാം. ആമേ, ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് കഴിയുമ്പോഴേ നമ്മൾ പലതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും രണ്ടു മരുമക്കൾ ഒരുമിച്ച് ജീവിക്കുമ്പോ. നീയെ പലരും കടലിൽ ത്രാസ് കണ്ടിട്ടില്ലേ? അതുപോലെ പറയുന്ന വാക്കിലും പ്രവൃത്തിയിലും തുല്യത ഉണ്ടാവണം. ഇല്ലെങ്കിൽ തകർന്നു പോകുന്നതേ ഈ കുടുംബത്തിലുള്ള മൊത്തം സ്വസ്ഥതയായിരിക്കും. രാഘവേട്ടന്റെ സാരോപദേശം ഒന്നും എന്നോട് വേണ്ട. ദേ, ഈ മാലേ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. എന്ത് കഷ്ടമാന്ന് പറ. പറഞ്ഞിട്ട് കാര്യമില്ല.
എന്റെ രാഘവൻ സാറേ, എനിക്ക് ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടോ. കേളംപറമ്പിലെ കൃഷ്ണൻ ചേട്ടന്റെ മകളാണെന്ന് പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. ചെറുപ്രായത്തില് ഈ വീട്ടിൽ നിന്ന് മാറാൻ നടന്ന കൊച്ചല്ലേ. എടോ, പെൺകുട്ടികളെ പെട്ടെന്ന് വളരത്തില്ലയോ? ആ, പഠിച്ച് ഡോക്ടറായ കണ്ടില്ലേ? അങ്ങനെ വാശിയുള്ള കുട്ടികളും. പഠിച്ചു വലിയ ആളായെങ്കിലും ആ പഴയതൊന്നും മറന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആ സ്നേഹമുണ്ട്. ആ ഇല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ പേരിടിക്കാനായിട്ട് ഇവിടെ വരെ വരുമായിരുന്നു. അതെ, ഭാമയുടെ സഹായം വാങ്ങിച്ച് രക്ഷോട്ട് പോയില്ലേ. നന്മയുള്ളവരൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലോ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നമ്മൾ നമ്മുടെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്ന നമ്മുടെ പകുതി കഷ്ടകാലം മാറുമെന്ന്. അതിന്റെ സൂചനകളൊക്കെയാ ഈ കാണുന്നത്. ആ, താനാ പറഞ്ഞൊരു സത്യം തന്നെ. നേരത്തെ കീരിയും പാമ്പും പോലെ ഇരുന്ന് ഭാമയും ശാലിനിയാ ഇപ്പൊ അടയും ചക്കരയും പോലെ ആയത്. പരസ്പരമുള്ള അവരുടെ ഇപ്പോഴത്തെ സ്നേഹം കാണുമ്പോ അമ്മായിയമ്മയും മരുമോളായിട്ടല്ല തോന്നുന്നത്, അമ്മയും മോളെയും പോലെയാ. അതെ, ആ അതാ, അങ്ങനൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഇങ്ങനെ ഒരുമിച്ച് ഈ വീട്ടിൽ നിൽക്കുമെന്ന് പോലും കരുതിയതല്ലല്ലോ. ആ, ശാലു വളർത്തിയല്ലോ. എന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ. മോള് വന്നിട്ട് അകത്തോട്ട് കയറാന്ന് വിചാരിച്ചിരുന്നതാ. അവിടെ ഭാമേ ഗുരുവായൂരിൽ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആർക്ക്? ആർക്കായിരിക്കും? എനിക്കോ? പിന്നല്ലാതെ. അത് ശരി, ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? രാഘവേട്ട, എന്നാ പിന്നെ കൈയോടെ അങ്ങ് കൊടുക്കാല്ലേ? പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ആ, ഈ സന്തോഷത്തിനൊപ്പേ അതും നടക്കട്ടെ. വാ. കണ്ടോടോ പിള്ളേ, ഇപ്പോഴാ മനസ്സ് നേരായത്. ദൈവമില്ലെന്ന് ആരാടോ പറഞ്ഞേ? ആ സന്തോഷമേ നമുക്ക് ഒന്ന് കണ്ടു കളയാം.